കർത്താവിൽ പ്രിയമുള്ളവരെ, സർവശക്തനും സത്യദൈവവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ദൈവമക്കൾ സ്വതന്ത്രരാകുന്നതിനു വേണ്ടി കർത്താവ് നൽകിയിട്ടുള്ള വാഗ്ദത്തമാണ്, നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഇന്ന് അനേകം പേർ, പ്രധാനമായും ക്രിസ്ത്യാനികൾ, കടബാധ്യതയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനെ മറികടക്കാൻ, അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴിയറിയാതെ വീണ്ടും വീണ്ടും അതിനുള്ളിൽ തന്നെ കിടന്നുഴലുകയാണ്. ഇന്നത്തെ പരിപാടിയിൽ കടബാധ്യതയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നത് എങ്ങനെ എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും ഈ പരിപാടി കാണുക. ജയം നൽകുന്ന ക്രിസ്തുവായ യേശുക്രിസ്തു നമ്മോടൊപ്പമുള്ളപ്പോൾ നാം എന്തിനു വിഷമിക്കണം? അവൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും, നമുക്ക് വിജയം നൽകും. ജ്യോതി ചേച്ചി നാടകത്തിൽ ഇന്ന് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയല്ലേ? ഇന്ന് കർത്താവ് ഈ നാടകത്തിലൂടെ നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗണേശ, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി ചേട്ടാ. മനസ്സിലാക്കിയിട്ട് എന്ത് പ്രയോജനമാണ്? വാങ്ങിച്ച പൈസ തിരിച്ചറിയാനുള്ള ഐഡിയ ഒന്നും ഇല്ലേ? തരാൻ ചേട്ടാ. അതെ അതെ, നീ തരുന്ന ആളൊക്കെയാ, പക്ഷെ എപ്പോ തരും? നീ തരുന്നത് വരെ ഞാൻ ഇതുപോലെ നിന്നോട് കേൺ അപേക്ഷിച്ചുകൊണ്ടേയിരിക്കണം. എന്തോന്നോടും വായിൽ എന്താ ഉള്ളത്? ഞാനെന്താ മിണ്ടാതിരിക്കുന്നത്? ഞാൻ തന്നോളാം ചേട്ടാ. വീണ്ടും അത് തന്നെ പറഞ്ഞാൽ എങ്ങനെയാണോ? എനിക്ക് ദേഷ്യം വരുന്ന പോലെ സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണം എപ്പോ തരും? വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തരാൻ ചേട്ടാ. ഒരാഴ്ചക്കുള്ളിൽ തന്നേക്കണം. ഒരാഴ്ചക്കുള്ളിൽ തന്നില്ലെങ്കിലേ എന്റെ വീട്ടിൽ കയറി എല്ലാ സാധനവും ഞാൻ എടുത്തോണ്ട് പോകും. നോക്കിക്കോ. ഇല്ലമ്മേ, ഞാൻ പറഞ്ഞല്ലേ. സുധേ, എന്താ ഏട്ടാ? എനിക്കൊരു ചായ വേണമായിരുന്നു. ആ ശരി, കൊണ്ടുവരാം. ആ അമ്മേ, എന്താ ചോദിച്ചത്? മരുമോൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കായിരുന്നു. ആ ഫ്രിഡ്ജ് റിപ്പയർ ആയിപ്പോയി മോളെ. ഞാൻ എന്ത് ചെയ്യാനാന്ന് പറ. ശരിയമ്മേ, നാളെ തന്നെ ഒരു പുതിയ ഫ്രിഡ്ജ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറയാം. പുതിയ ഫ്രിഡ്ജോ? അതെ അമ്മേ, ഞാനല്ലേ വാങ്ങിച്ചു തരുന്നത്, അപ്പൊ അത് ഉപയോഗിക്കേ. എന്റെ ശമ്പളത്തിൽ നിന്നല്ലേ. അമ്മ എന്തിനാ അതോർത്ത് വിഷമിക്കുന്നേ? ഇതെന്താ പറ്റിയത്? എന്താ ഇത്? ചായ കുടിക്കാൻ എന്താ വന്നേ? കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ പെട്ടിരിക്കാൻ ഞാൻ. നീ ആണെങ്കിൽ നിന്റെ ശമ്പളവും തരുന്നില്ല. എന്നിട്ടിപ്പോ എന്ത് പറ്റിയെന്നോ? നീ നിന്റെ വീട്ടിലേക്ക് ഫ്രിഡ്ജ് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നു കേട്ടല്ലോ. നിങ്ങൾക്ക് കടമുണ്ടെന്നോ? എങ്ങനെ കടമുണ്ടായി? ആർക്കു വേണ്ടിയാ കടം വാങ്ങിച്ചത്? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഇങ്ങോട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കല്ലേ. ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ.
എന്റെ അമ്മയ്ക്കൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ എന്താ ഇത്ര തെറ്റ്? എന്താ തെറ്റെന്നോ? ഇങ്ങനെ നിനക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ നീ നിന്റെ അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്താ ഞാൻ പിന്നെ എന്ത് ചെയ്യും? നിങ്ങളുടെ ശമ്പളമൊക്കെ ആർക്കാ കൊടുത്തത്? നിങ്ങൾ ആവശ്യമില്ലാതെ കാശൊക്കെ ചെലവാക്കിയിട്ട് കടം വരുത്തി വെച്ചിട്ട് എന്നോട് ചോദിക്കുവാണ് ഇപ്പോ. ഞാൻ നിന്നെ ചോദ്യം ചെയ്യുമ്പോ നീ എന്നെ ചോദ്യം ചെയ്യാണോ? എന്തിനാ കടം വാങ്ങിച്ചെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനില്ല. ദേഷ്യപ്പെടാൻ മാത്രമേ അറിയോ. ഞാൻ വല്ലതും പറയുന്നതിന് മുന്നേ പോവാൻ നോക്ക്. എടാ, അർജന്റായിട്ടൊരു 5 ലക്ഷം വേണമായിരുന്നു. എന്തെങ്കിലും വഴിയുണ്ടോ? 5 ലക്ഷവും? എന്തിനാണോ നിനക്ക് ഇത്രയും വലിയ എമൗണ്ട്? കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും വകുപ്പുണ്ടോ? 5000 തികച്ചുണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. എന്നോട് നീ 5 ലക്ഷം ചോദിക്കുന്നു. കുറച്ച് കടം വന്നു. വല്ലാണ്ട് പെട്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. 5 ലക്ഷം രൂപ കടവോ? അത്രയും പണത്തിന് നീ എന്താടാ ചെയ്തേ? ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനത് പിന്നെ പറയാം. ഒരു ചാൻസും ഇല്ലടാ. അത്രയും എമൗണ്ടിനൊക്കെ എവിടെ പോവാനാ? എന്റെ കയ്യിൽ അത്രയൊന്നും ഇല്ലടാ. നിനക്ക് അറിയാവുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാൻ പറ്റുമോ? എന്നെ വിശ്വസിച്ച് അത്രയും വലിയ എമൗണ്ടൊക്കെ ആരാടാ തരുന്നത്? എനിക്ക് വേണ്ടി ഒന്ന് ചോദിച്ചു നോക്കൂ. ശരിയടാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശരി, ഞാനൊന്ന് ഇറങ്ങുക. നിക്കടാ, ചായ കുടിച്ചിട്ട് പോവും. അത് കുഴപ്പമില്ലടാ, ഞാൻ പിന്നൊരിക്കൽ വരാം. എന്ത് ചെയ്യാൻ പോവാ? പൈസ വാങ്ങിച്ചു കൊടുക്കാൻ പോവാണോ? ഒന്ന് ശ്രമിച്ചു നോക്കാം. വേണ്ടാത്ത മണ്ടത്തരമൊന്നും കാണിക്കല്ലേ. പുള്ളിക്കാരൻ 1000 2000 ഒന്നും അല്ലേ ചോദിച്ചേ, 5 ലക്ഷമാ. ഞാൻ അറിയാതെ വല്ലതും ചെയ്താ അത്ര തന്നെ. എന്റെ തനി സ്വഭാവം അറിയും. അതെ അതെ, അല്ലേ തനി സ്വഭാവം കാണാതിരിക്കുവാണോ? എന്താ മിണ്ടാതിരിക്കുന്നേ? ഒന്നുമില്ല, നീ പറഞ്ഞത് ഞാനൊന്ന് ആലോചിച്ച് നോക്കുമായിരുന്നു. ഉള്ള പ്രശ്നത്തിന്റെ കൂടെ ഇനി ഈ ഒരു പ്രശ്നം കൂടെ പുതിയതായിട്ട്. അല്ല, നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോവാ? അറിയില്ല. നിന്റെ കയ്യില് എത്ര കാണും? എന്റെ കയ്യിലൊന്നുമില്ല. ഒന്നുമില്ലെന്നോ? അപ്പൊ നിന്റെ ശമ്പളമൊക്കെ നീ എന്ത് ചെയ്തു? നിന്നോടാ ചോദിച്ചത്, എന്ത് ചെയ്തു? അമ്മയ്ക്ക് കുറച്ച് കടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് പൈസ അമ്മയ്ക്ക് കൊടുത്തു. എന്നോടൊരു വാക്കെങ്കിലും പറഞ്ഞൂടായിരുന്നോ? നിങ്ങൾ ഇത്രയും കടം വരുത്തി വെച്ചിട്ട് എന്നോടൊരു വാക്കെങ്കിലും പറഞ്ഞോ? ഓ, നീ തർക്കുത്തരം പറയാണല്ലേ? ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരുന്ന അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇനി എന്ത് ചെയ്യാം? കറക്റ്റ്. പരസ്പരം ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. ചേച്ചി, നിങ്ങളുടെ ഫ്രണ്ടിനെ ഞാൻ കണ്ടു ഗണേഷ്. വളരെ വിഷമത്തോടെയാ സംസാരിച്ചത്. ഇത്രയധികം എമൗണ്ട് കടം വാങ്ങാൻ എന്താ കാരണം? ചോദിച്ചാ അത് പറയത്തില്ല ചേച്ചി. ഇവൾക്ക് കിട്ടിയ ശമ്പളമൊക്കെ അവളുടെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു ചേച്ചി. എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. എന്റെ അമ്മയ്ക്ക് ഒരു സഹായം ചെയ്യണമെങ്കിൽ പോലും ഞാൻ പെർമിഷൻ ചോദിക്കണം ചേച്ചി. നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. സുധേ, നിന്റെ അമ്മയെ സഹായിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് ഗണേഷും കൂടെ അറിഞ്ഞിരിക്കേണ്ടേ? ഗണേഷ് എന്താ വേണ്ടെന്ന് പറയാൻ പോകുന്നോ? അറിയാതെ ചെയ്യുമ്പോഴാ ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ തോന്നുന്നത്. ഗണേഷ്, നിങ്ങൾ എന്തിനാ ഇത്രയും കടം വാങ്ങിച്ചത്? അത്ര വലിയ പ്രശ്നം എന്താ ഉള്ളതെന്ന് സുധയും കൂടി അറിഞ്ഞിരിക്കണ്ടേ? ഭാര്യയോട് യാതൊരു കാര്യവും ഒളിച്ചു വെക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ കടം ഇത്രയധികം കൂടാൻ സുധ അനുവദിക്കില്ലായിരുന്നു. സുധേ, നീ നിന്റെ ഈ കുടുംബത്തിനു വേണ്ടി നിന്റെ ശമ്പളം കൂടി കൊടുക്കണം സുധേ. ഇതുപോലെ നീ ചെലവാക്കുന്നത് തെറ്റാ. മനസ്സിലാവുന്നുണ്ട് ചേച്ചി. ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? എന്തു ചെയ്യണമെന്ന് ചോദിച്ചാ എല്ലാം ചെയ്തു തീർത്ത യേശുവിനെ വിളിച്ച് അപേക്ഷിക്കണം. ഈ ഒരു ചുറ്റുപാടിൽ നിങ്ങളെ സഹായിക്കാൻ അവനെക്കൊണ്ട് മാത്രമേ കഴിയൂ.
വേറെ വഴിയില്ല ഗണേഷ്. കടബാധ്യത തീരാൻ യേശുവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ചെയ്തത് തെറ്റാ, ഇനി ഇങ്ങനെ പെരുമാറില്ല, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുക. കരുണയുള്ള ആ ദൈവം തീർച്ചയായും ക്ഷമിക്കും. അതോടൊപ്പം രണ്ടുപേരും പൂർണ്ണ മനസ്സോടെ കടബാധ്യത തീരാനായി പ്രാർത്ഥിക്കണം. കർത്താവ് തീർച്ചയായും അത്ഭുതം ചെയ്യും. ശരി ചേച്ചി. ശരി ചേച്ചി. നിങ്ങളെ ഒരിക്കലും അവൻ കൈവിടില്ല. വേറെ വഴിയില്ല ഗണേഷ്. അവന് പ്രാർത്ഥന കേൾക്കുന്നവൻ എന്നൊരു പേരും കൂടിയുണ്ട്. പ്രാർത്ഥിക്ക്, തീർച്ചയായും സാഹചര്യമെല്ലാം മാറും. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നന്നായിട്ട് പോന്നു ചേച്ചി. കടബാധ്യതകളൊക്കെ തീർന്നോ? ഏകദേശം പാതിയിൽ കൂടുതൽ അടച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെയുള്ളൂ. ഇപ്പൊ ആരും കടത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല ചേച്ചി. പ്രാർത്ഥിച്ചതിന് ശേഷം വലിയ മാറ്റം തന്നെ ഉണ്ടായി. അതെനിക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. മുടങ്ങാതെ പ്രാർത്ഥിക്കണം. തീർച്ചയായും ചുറ്റുപാടുകളൊക്കെ പൂർണ്ണമായി മാറും. ശരി എന്നാ ശരി ചേച്ചി. എന്താ നാടകം എങ്ങനെയുണ്ടായിരുന്നു? വാക്ക് തന്ന ദൈവം സത്യദൈവമാണ്. അവൻ വാക്ക് പാലിക്കുന്നവനാണ്. വാഗ്ദത്തം നിറവേറ്റാൻ അവൻ സർവശക്തനാണ്. വായ്പയെക്കുറിച്ചുള്ള അനേകം വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അവയെല്ലാം തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങളുടെ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ സഹോദരി വസന്തി പോൾ അവറുകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ കൃപ കൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവിന്റെ ആ വലിയ കൃപ കൊണ്ട് ഇന്നേ ദിവസം ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് ഓരോ ആഴ്ചയും നമ്മെ സ്നേഹിച്ച് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മെ ബോധിപ്പിച്ച് നല്ല ഒരു മാറ്റം നമുക്ക് തന്നുവരുന്നു. ഇന്നേ ദിവസം നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കടബാധ്യതകൾ തീരും. യഥാർത്ഥത്തിൽ കർത്താവ് അതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ കടബാധ്യതകൾ തീരും. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത് എന്നിവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നതിൽ കടംപെട്ടിരിക്കാം, മറ്റൊന്നിലും ആരോടും കടംപെട്ടിരിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊന്നിലും എന്ന് വെച്ചാൽ എന്താണ്? പലിശ, ബാങ്ക് ലോൺ, ഇങ്ങനെ പല കടബാധ്യതകളുണ്ടല്ലോ. യാതൊന്നിനും നമ്മൾ അടിമകളാകരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കടംപെട്ടിരിക്കരുത്. ആരോടും എന്ന് വെച്ചാൽ പലിശയ്ക്ക് കൊടുക്കുന്നവരുണ്ട്. ആരോടും നമ്മൾ എന്ത് ചെയ്യരുത്? കടംപെട്ടിരിക്കരുത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അടിമകളായി തീരരുത് എന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ ഇന്ന് അനേകം കുടുംബങ്ങളിലെ കാര്യങ്ങൾ നോക്കിയാൽ പല കടബാധ്യതകളുണ്ട്. ഓരോരുത്തർക്കും അത് തീരാത്ത പ്രശ്നങ്ങളായിരിക്കുകയാണ്. ഇന്ന് പല കുടുംബങ്ങളുടെയും കാര്യമെടുത്താൽ തലമുറകളായി ഇതിങ്ങനെ തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അപ്പൂപ്പന്റെ കാലത്ത് കടമുണ്ടായിരുന്നു, അപ്പന്റെ കാലത്ത് കടമുണ്ടായിരുന്നു, ഈ മക്കളുടെ കാലത്തും കടമുണ്ടാവും. ഈ ഒരു പ്രശ്നം ശാപത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് തലമുറകളായിട്ട് ഈ കടബാധ്യതയിൽ കുടുങ്ങിപ്പോവുകയാണ്. അത് മാറ്റുന്നതിനായി എത്രയോ പരിശ്രമിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ ഈ കടബാധ്യതയിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ പറ്റാതെ പലരും കഷ്ടപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കളെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കടബാധ്യത കാരണം നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്നാൽ കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്നത് എന്തെന്നാൽ, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനം നമ്മൾ വായിച്ചു നോക്കിയാൽ,
തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല എന്ന് പറയുന്നു. കണ്ടില്ലേ, നീ കടം വാങ്ങുകയില്ല. ഇതാണ് ഒരു വാഗ്ദത്തം. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നതാണ് വാഗ്ദത്തം. അപ്പോൾ ഈ ഒരു വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടബാധ്യതകൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതൊരു മാറാത്ത തലമുറകളായുള്ള ശാപമായി ഇരിക്കുന്നത് എന്നു നമ്മൾ ഇന്ന് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ആലോചിച്ചു നോക്കുക. ദൈവം മുൻപാകെ ഇരുന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നുണ്ട്, നീ വായ്പ വാങ്ങുകയില്ല, നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കുമെന്ന്. ഒരാൾക്ക് കടം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, അനേകം ജാതികൾക്ക് കടം കൊടുക്കുമെന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നീ വായ്പ വാങ്ങുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടം വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് ആ വായ്പ കൊടുക്കുന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത്. ഈ ഒരു വാഗ്ദത്തം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നില്ലേ? നീ വായ്പ വാങ്ങുകയില്ല. ഇന്ന് കർത്താവ് ഈ വാഗ്ദത്തം നിങ്ങൾക്ക് നൽകുകയാണ്. നീ വായ്പ വാങ്ങുകയില്ല, അനേകം ജാതികൾക്ക് നീ വായ്പ കൊടുക്കും. ഇതാണ് കർത്താവിന്റെ വാഗ്ദത്തം. അപ്പോൾ ഈ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിറവേറാതിരിക്കാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ചാണ് ധ്യാനിച്ച് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിലെ 35-ാം വചനം എന്താണ് പറയുന്നത്? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കടം വാങ്ങുന്നതിനേക്കാളും കടം കൊടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ഏറ്റവും നല്ല ഭാഗ്യകരമായ ജീവിതം. വേദപുസ്തകം അതാണ് നമ്മോട് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു അനുഗ്രഹമായി ജീവിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? അതിനെക്കുറിച്ചുള്ള 1-2 കാര്യങ്ങൾ ധ്യാനിച്ച് നമ്മളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒന്നാമതായി, നിങ്ങൾ വായ്പ വാങ്ങുന്നത് തെറ്റാണ് എന്നുള്ള ബോധം വേണം. ഇന്ന് അനേകം പേരുണ്ട്, വായ്പ വാങ്ങുന്നത് തെറ്റാണ് എന്നുള്ള ഒരു ബോധം അവർക്കില്ല. ഏതൊരാവശ്യം വന്നാലും ഉടനെ ഒട്ടും ആലോചിക്കാതെ ഉടനെ ആരുടെ അടുത്താണ് കടം ചോദിക്കുക എന്നും പറഞ്ഞ് ഓടാറുണ്ട്. എവിടെയാണ് കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുന്നത്? ഉടനെ തരാൻ വല്ലവരുമുണ്ടോ? ഒരു അത്യാവശ്യത്തിന് നമുക്കിത് പണയം വെക്കാം, പിന്നീട് അത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ചിന്ത പോകുന്നത് എന്നല്ലാതെ കർത്താവിന് മുൻപാകെ ഇത് തെറ്റാണ്, ഞാൻ കടം വാങ്ങരുത് കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നുണ്ട് നീയോ വായ്പ വാങ്ങുകയില്ല എന്ന്. കർത്താവേ, ഞാൻ കടം വാങ്ങുകയില്ല യേശുവേ, ഞാൻ അങ്ങയെ നോക്കുകയാണ്, അങ്ങ് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്നേയില്ല. ഉടനെ കടം തരാൻ ആരാണുള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ് എന്നുള്ള ബോധം ആദ്യം നമുക്കുണ്ടാകണം. രണ്ടാമതായി, ഈ കടബാധ്യതയെ നിങ്ങൾ ന്യായീകരിക്കരുത്. കർത്താവ് തന്നിട്ടുള്ള വാഗ്ദത്തത്തിന് ചെവി ചായ്ച്ച് നിങ്ങൾ കീഴടങ്ങണം. രണ്ടാമതായി, ഈ കടബാധ്യത നമുക്ക് എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് അറിയണം. അന്തസ്സ് നിലനിർത്താൻ വേണ്ടി വാങ്ങിയതാണോ? അല്ലെങ്കിൽ പത്രാസിന് വേണ്ടി, ആഡംബരത്തിന് വേണ്ടി വാങ്ങിയതാണോ? സമൂഹത്തിലുള്ളവർ നമ്മളെ ബഹുമാനിക്കണം, ഞാനൊരു വലിയ ആളാണെന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണോ? അല്ലെങ്കിൽ ഒരുപക്ഷെ അവര് വീട് പണിതു, ഇവര് വീട് പണിതു, അവരൊരു പുതിയ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, കാറ് വാങ്ങിച്ചിട്ടുണ്ട്, നമ്മൾ വാങ്ങണം, അല്ലെങ്കിൽ ജനങ്ങൾ എന്തു വിചാരിക്കും, ബന്ധുക്കളൊക്കെ എന്തു വിചാരിക്കും, ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഒരു കാറ് പോലും വാങ്ങിച്ചിട്ടില്ലേ എന്ന് മോശമായിട്ട് പറഞ്ഞാൽ എങ്ങനെയാ? അതിനുവേണ്ടിയെങ്കിലും കടം വാങ്ങി എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണം എന്നുള്ള വിചാരം പാടില്ല. ന്യായമായ കാര്യമാണെങ്കിൽ ഒരു അത്യാവശ്യം, മക്കളുടെ പഠിത്തമോ അല്ലെങ്കിൽ ഒരു അസുഖമോ വന്നു കഴിഞ്ഞാൽ കർത്താവിന് മുൻപാകെ അതിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും. ന്യായമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ കടം വാങ്ങിയിട്ട് കടമാണ് കടമാണ് എന്ന് പറഞ്ഞ് എന്തിനു കരയണം? അതേപോലെ തന്നെ മൂന്നാമതായി, ഒരാവശ്യം വരുമ്പോൾ നമ്മുടെ ഹൃദയം ഉടനെ ആരെയാണ് അന്വേഷിക്കുന്നത്? നീ വായ്പ വാങ്ങുകയില്ല, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവിനെയാണോ അതോ പലിശയ്ക്ക് കടം കൊടുക്കുന്നവരെയാണോ? ആസ എന്ന ഒരു രാജാവിനെ കുറിച്ച് 2 ദിനവൃത്താന്തം 16-12 വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആസ എന്ന് പറയുന്ന രാജാവ് യഹൂദ രാജാവാണ്. അദ്ദേഹം കർത്താവിനെ അന്വേഷിച്ച നാളുകളിലെല്ലാം കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു, അനേകം വിജയം നൽകി. അദ്ദേഹത്തിന്റെ കാലത്ത് രാജ്യമൊട്ടാകെ ശാന്തതയായിരുന്നു. പക്ഷേ അവന്റെ ഹൃദയം കർത്താവിൽ നിന്നും വഴിതെറ്റിപ്പോയി. അപ്പോൾ അവന്റെ കാലിൽ ദീനം പിടിച്ച്, അതികഠിനമായ ദീനം പിടിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ, അപ്പോൾ പോലും കർത്താവിനെ അന്വേഷിച്ചപ്പോൾ അവൻ നമ്മെ അനുഗ്രഹിച്ചതല്ലേ? സുഖം നൽകുന്ന കർത്താവിനെ തേടണം എന്നുള്ള ചിന്ത അവന് തോന്നിയില്ല. അവന് ദീനം ബാധിച്ചപ്പോഴും യഹോവയെയല്ല വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത് എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ നമുക്ക് പണം വേണ്ടപ്പോൾ, ഒരാവശ്യമോ അല്ലെങ്കിൽ ഒരു കഷ്ടതയോ വരുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ആരെയാണ് അന്വേഷിക്കുന്നത്? നമ്മൾ ആരെയാണ് അന്വേഷിച്ചു പോകുന്നത്? കർത്താവിന്റെ അടുക്കലേക്ക് പോകുന്നുണ്ടോ അതോ ആരാണ് കടം തരിക എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ പോകുന്നുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മുടെ ഭാഗത്ത് അനേകം തെറ്റുകളില്ലേ? നിങ്ങൾ കർത്താവിനെ തേടി അവന്റെ അടുക്കലേക്ക് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചെല്ലുകയാണ്. ആളെ തന്നെ തിരിച്ചു കൊടുക്കണം.
നാളെ തന്നെ ഡ്യൂ അടച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് കൊടുത്തേ പറ്റൂ. ഇത്തരം കഷ്ടതയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? അതാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. എന്റെ മകൻ എന്നെ വിശ്വസിച്ച് എന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്നാണ് യഹോവ നോക്കുന്നത്. എന്റെ മകൾ എന്നെ വിശ്വസിച്ച് എന്റെ അടുക്കൽ പറയുന്നുണ്ടോ എന്നാണ് യഹോവ നോക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ്? ആലോചിച്ചു നോക്കുക. കർത്താവിനെ അന്വേഷിക്കണം. ബൈബിളിലുള്ള സങ്കീർത്തനങ്ങൾ 34 അധ്യായം 10 വായിച്ചു നോക്കിയാൽ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഇത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. നിങ്ങൾ കർത്താവിനെ അന്വേഷിച്ചു നോക്കുക. എന്തു കുറവാണെങ്കിലും എന്ത് സമ്മർദ്ദമാണെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റും. കഷ്ടത അനുഭവിക്കുമ്പോഴും അവൻ നിങ്ങൾക്ക് നന്മ കൽപ്പിച്ചരുളും. കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങുക. അടുത്തതായുള്ളത് നമ്മുടെ വിശ്വാസം ആരുടെ മേലാണുള്ളത്? ബൈബിളിലെ യിരെമ്യാവ് എടുത്തു നോക്കുക. 17 അധ്യായം 5, 6, 7, 8 വചനങ്ങൾ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, കർത്താവിന്റെ മേൽ വിശ്വാസമില്ലാതെ മനുഷ്യനെ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവന് നന്മ ചെയ്യാൻ യഹോവയ്ക്ക് പറ്റില്ല. അതായത് അവൻ മരുഭൂമിയിലെ ചൂരച്ചെടിയെപ്പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ ഇരിക്കുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ കർത്താവിനെ വിശ്വസിച്ച് അവനെ തന്നെ ആശ്രയിക്കുമ്പോൾ, യേശുവേ, ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അങ്ങേ അല്ലാതെ എനിക്ക് ഒരു വഴിയുമില്ല, മറ്റാരെയും വിശ്വാസമില്ല, ഈ ആവശ്യത്തിന് അങ്ങേ ഉള്ളൂ, അങ്ങ് എനിക്ക് നൽകും, എനിക്ക് അങ്ങാണ് പ്രത്യാശ, അങ്ങയെ വിശ്വസിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിച്ച് അവനെ അന്വേഷിക്കുമ്പോൾ കർത്താവ് നന്മയോടെ നമ്മെ വഴി നയിക്കും. യഹോവയെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ 7, 8 വചനങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ മേൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അവൻ എപ്പോഴും നന്മയുണ്ടാകും, അനുഗ്രഹം ലഭിക്കും. ആറ്റരികെ വേരൂന്നി ഇരിക്കുന്ന ഒരു വൃക്ഷം പോലെയാകും. കടബാധ്യതകളെല്ലാം തീരും. ഇന്ന് നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത്? നമ്മുടെ ഹൃദയം എന്തിനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? കടം തരുന്നവരോ പലിശയോ അല്ലെങ്കിൽ ബാങ്ക് ലോണോ എന്തിനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? നമ്മുടെ ഹൃദയം കർത്താവിൽ വിശ്വസിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകും. ആദ്യം ഞാൻ പറഞ്ഞത്, കടം വാങ്ങുന്നതിനെ ന്യായീകരിക്കരുത്, തെറ്റാണെന്നുള്ള ബോധം വേണം. രണ്ടാമതായി എന്ത് ചെയ്യണം? കടബാധ്യത എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കണം. മൂന്നാമതായി കർത്താവിനെ അന്വേഷിക്കണം, അവന്റെ മേൽ വിശ്വാസം വെക്കണം. ഇത് ചെയ്യാൻ പറ്റില്ലേ? ചിന്തിച്ചു നോക്കുവിൻ. കർത്താവിന് മുൻപാകെ നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് സ്വയം സമർപ്പിച്ച് ഇന്നൊരു തീരുമാനമെടുക്കുക. കർത്താവെ, ഇനി അങ്ങയെ മാത്രമേ ഞാൻ ഈ കടബാധ്യതയിൽ വിശ്വസിക്കൂ. എന്റെ ഈ കടബാധ്യത തീർക്കാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ. കർത്താവിനെ വിശ്വസിച്ച് നിങ്ങളുടെ കുറവുകളെ, കർത്താവെ, എന്റെ ഹൃദയം ഈ കടത്തിനെ ന്യായീകരിക്കുകയാണ്, ഇനി ഞാൻ അങ്ങനെ പെരുമാറില്ല, അങ്ങയെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് കർത്താവിനെ നിങ്ങൾ അന്വേഷിക്കുക. അനാവശ്യമായി ഞാൻ കടം വാങ്ങിക്കുകയില്ല എന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ ഒരുപാട് കടം കയറി കിടക്കുന്നത് കൊണ്ട് തെറ്റായ എന്തെങ്കിലും തീരുമാനമെടുക്കുന്ന ചിന്തയിലാണോ? ഇന്ന് തന്നെ പറയൂ, ഞാൻ തെറ്റായ തീരുമാനമെടുക്കില്ല. എന്നെ അനുഗ്രഹിക്കുന്ന ദേവനായ യേശു എന്റെ കൂടെ ഉണ്ട്. അവൻ എന്റെ കടബാധ്യതകളെല്ലാം തീർത്ത് എനിക്ക് സമ്പത്തും ഐശ്വര്യവും നൽകുമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടുകൂടി അവനിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ കർത്താവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, കർത്താവിൽ നിങ്ങൾ പ്രത്യാശിച്ച് അവനെ വിശ്വസിച്ച് അവനെ അന്വേഷിച്ച് തെറ്റായ എല്ലാ കാര്യങ്ങളെയും ബോധപൂർവം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിനെ വിശ്വസിക്കുമ്പോൾ അവൻ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കടബാധ്യതകളും തീർത്ത് നിങ്ങൾക്ക് നന്മയും അനുഗ്രഹവും നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഈ വാക്കുകൾ കേട്ട് സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കായും ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എത്രയോ കുടുംബങ്ങളിൽ കടബാധ്യതകളുണ്ട്. ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുടെ കുടുംബങ്ങളിൽ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഇവർ കടബാധ്യതയിൽ കുടുങ്ങി കഷ്ടതകൾ അനുഭവിക്കുകയാണ്. വായ്പയ്ക്ക് മേൽ വായ്പ വാങ്ങി കൂട്ടുപലിശ അടച്ച് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിൽ ഇന്നെന്ത് ചെയ്യണമെന്നറിയാതെ, വഴി അറിയാതെ അലഞ്ഞു തിരിയുകയാണ് യേശുവേ. അങ്ങയുടെ മക്കളോട് അങ്ങ് സംസാരിച്ചില്ലേ യേശുവേ? കർത്താവെ, എല്ലാ കാര്യത്തിനും കടം വാങ്ങുന്നത്, കടം വാങ്ങി വാങ്ങി ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് ഈ മക്കൾക്ക് ബോധ്യമായി ഏറ്റുപറയുകയാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു. കർത്താവെ, അങ്ങനോട് സംസാരിച്ചില്ലേ? ഇനി ഞാനതിനെ ന്യായീകരിക്കില്ല. അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ് ആരൊക്കെ ഏറ്റുപറയുന്നു, അവരെ സഹായിക്കണേ യേശുവേ, സഹായിക്കണേ യേശുവേ. ഇന്ന് ഈ കുടുംബങ്ങളിൽ കാണുന്ന സകലവിധ കടബാധ്യതകളും മാറട്ടെ. അത് ലോണായിരുന്നാലും തീരട്ടെ, പലിശയ്ക്ക് വാങ്ങിയതായാലും തീരട്ടെ, ആശുപത്രി ചെലവിനായി വാങ്ങിയതായാലും തീരട്ടെ, മക്കളുടെ വിവാഹത്തിനായി കടം വാങ്ങിച്ചതായാലും തീരട്ടെ യേശുവേ. വണ്ടിക്ക് വേണ്ടിയോ വീട് പണിക്ക് വേണ്ടിയോ കടം വാങ്ങിച്ചിരുന്നാലും
കർത്താവ് അതെല്ലാം തീർത്തു കൊടുക്കണമേ യേശുവേ. ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരത്ഭുതം അങ്ങ് ചെയ്യുമാറാകണേ. അങ്ങ് തന്നിട്ടുള്ള വാഗ്ദത്തം അനുസരിച്ച് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, നീ വായ്പ വാങ്ങുകയില്ല എന്ന് വചനം പോലെ ആ വാഗ്ദത്തം ഇവർ സ്വന്തമാക്കുന്നതിനായി അങ്ങ് ഈ മക്കളെ ആശീർവദിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു യേശുവേ. കടബാധ്യതയില്ലാത്ത ഒരു അനുഗ്രഹീതമായ ജീവിതം ഇവർക്ക് നൽകുന്നതിനായി പ്രാർത്ഥിക്കുന്നു യേശുവേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടിരിക്കുന്നു. കണ്ണുനീരോടെ സ്വയം സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിലുള്ള കടബാധ്യതകൾ തീർത്ത് നന്മ നിറഞ്ഞ ജീവിതത്തിലേക്ക് ഇവരെ കൊണ്ടുവരണമേ. അനുഗ്രഹീതമായ ദിവസങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവരണേ യേശുവേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ച് നന്ദി അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയും ഇമെയിലിലൂടെയും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം മറ്റ് ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. നാളെ ശനിയാഴ്ച രാത്രി മുഴുവൻ പ്രാർത്ഥന നാലുമാവിടയിലുള്ള ദൈവഭവനത്തിൽ വെച്ച് നടക്കും. കുടുംബത്തോടെ വന്ന് അതിൽ പങ്കെടുക്കുക, രാജ്യത്തിനായി പ്രാർത്ഥിക്കുക. കർത്താവ് തീർച്ചയായും വലിയൊരു മാറ്റം രാജ്യത്ത് കൽപ്പിച്ചരുളും. അതുപോലെ തന്നെ വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടിയുടെ തത്സമയ സംപ്രേഷണം കുടുംബത്തോടെ കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.